ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ക്ലാസ് 12 മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കും അതിലെ പ്രോബ്ലംസുമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് എക്സാമിന് ഉറപ്പായിട്ടും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് ആ എ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താണ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്താണെന്നുള്ള ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചത്. ഇനി ഞാൻ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കൂടെ ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. സ്കെയിലാർ എനി നമ്പർ. അപ്പോൾ ഞാനിവിടെ ഒരു 2 കൊണ്ട് ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ 2a. അപ്പോൾ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഇതിലെ എല്ലാ എലമെൻറ്റിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു നമ്മളെന്താ ആ മെട്രിക്സ് എഴുതുക. 37, 47, 29, 47, 4, 2, 29, 2, 1. അപ്പോൾ നമ്മൾ ആ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഇനി നമ്മളിതിൽ ഓരോ എലമെൻറ്റിനെയും ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ 2 ഇൻറ്റു 37 ഇസ് 74. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. 47 ഇൻറ്റു 2 എന്ന് പറയുന്നത് 94. 29 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 58. 47 ഇൻറ്റു 2 എന്ന് പറയുന്നത് 94. 4 ഇൻറ്റു 2 8. 2 ഇൻറ്റു 2 4. 29 into 2 is 58. 2 into 2 4. പിന്നെന്താ 1 into 2 2. അപ്പോൾ നമുക്ക് 2a എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 2a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കാനായിട്ട് പോവാം. 2a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കാൻ പോവാം. അപ്പോൾ 2a ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ കോളമാക്കുന്നു. അപ്പോൾ 74, 94, 58 കോളമാക്കുമ്പോൾ 74, 94, 58. അടുത്തത് 94, 8, 4. 94, 8, 4. നെക്സ്റ്റ് ഇസ് 58, 4, 2. 58, 4, 2. അപ്പോൾ നമ്മൾ എന്താ 2a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി ഇത് ഇവർ രണ്ട് തമ്മിലൊന്ന് കമ്പയർ ചെയ്തേ. ഈ രണ്ട് മെട്രിക്സും സെയിം ആണോ എന്ന് നോക്കിക്കേ. 74, 94, 58. ഇവിടെ 74, 94, 58. 94, 8, 4. 94, 8, 4. 58, 4, 2. 58, 4, 2. നോക്കിയേ, നമ്മൾ എന്താ ചെയ്തത്? എ എന്ന് പറയുന്നൊരു മെട്രിക്സിൻ്റെ കൂടെ ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. അതും എന്ത് തന്നെയാണെന്ന് കിട്ടി? സിമെട്രിക് ആണെന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, അല്ലേ? അതായത് എ എന്ന് പറയുന്നൊരു മെട്രിക്സിൻ്റെ കൂടെ ഏതൊരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? സിമെട്രിക് മെട്രിക്സ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇഫ് എ ഇസ് സിമെട്രിക്, എ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ, ഇഫ് എ ഇസ് സിമെട്രിക് then KA is also symmetric. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ ആ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കൂടെ നമ്മൾ ഏതൊരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്താലും ആ മെട്രിക്സും എന്ത് തന്നെ ആയിരിക്കും? സിമെട്രിക് മെട്രിക്സ് തന്നെ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ നോക്കിയേ, കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? കെ ഇൻറ്റു എ ട്രാൻസ്പോസ് തന്നെ അല്ലേ? കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ എ ഓൾറെഡി സിമെട്രിക് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ എന്നാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, അല്ലേ? കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ത് തന്നെ കിട്ടി? കെ എ എന്ന് തന്നെ കിട്ടി. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഏതൊരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്താലും ആ കിട്ടുന്ന മെട്രിക്സും എന്ത് തന്നെ ആയിരിക്കും? സിമെട്രിക് മെട്രിക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി പഠിക്കേണ്ടത് പ്രധാനമായും നമുക്കൊരു പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അതായത് പി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ, പി ഇസ് സിമെട്രിക്, if P is symmetric implies
ഹാഫ് ഇൻറ്റു പി ഇസ് സിമെട്രിക് അല്ലേ? അതായത് പി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് സിമെട്രിക് ആണ്. അപ്പോൾ ആ പിയുടെ കൂടെ നമ്മളൊരു ഹാഫ് മൾട്ടിപ്ലൈ ചെയ്താൽ, ഹാഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു സ്കെയിലാർ തന്നെയാണ്. അപ്പോൾ ആ പിയുടെ കൂടെ നമ്മൾ ഹാഫ് മൾട്ടിപ്ലൈ ചെയ്താൽ അതും എന്ത് തന്നെ ആയിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഈ സെയിം കണ്ടീഷൻ തന്നെ എന്തിനും ബാധകമാണ്? സ്ക്യൂ സിമെട്രിക്കിനും ബാധകമാണ്. ഇഫ് ക്യൂ ഇസ് സ്ക്യൂ സിമെട്രിക്, ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ഇംപ്ലൈസ് ഹാഫ് ഇൻറ്റു ക്യൂ എന്ന് പറയുന്നതും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ കൂടെ സ്കെയിലാറായ ഹാഫ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതും എന്ത് തന്നെ ആയിരിക്കും? സ്ക്യൂ സിമെട്രിക് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ മനസ്സിലോർക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നത്. അത് എക്സാമിന് ഷ്യൂറായിട്ടും ചോദിക്കുന്ന ഒരു സെക്ഷനാണിത്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.